ഈ പോസ്റ്റ് പോയത് കണ്ടോ, അതേപോലെ നമുക്ക് കയറി പോകണം. ഈ മലയല്ല, ഇതിനപ്പുറത്ത് വലിയൊരു മലയുണ്ട് എൻ്റെ പൊന്നു മോനെ. ഇപ്പോൾ എൻട്രൻസ് കയറിയിട്ട് നേരെ അല്പം ടാസ്ക് പിടിച്ചാണ് ഈ നടക്കേണ്ടത്. മുകളിലേക്ക് കയറുമ്പോൾ വലിയ കാടുകളൊന്നുമില്ല, അത്യാവശ്യം ചെറിയ രീതിയിൽ കാടായതുകൊണ്ട് എങ്ങനെയാണ് മുകളിൽ കയറണമെന്നൊരു ടാസ്ക് രീതിയിലാണ് കയറണത്. പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ, മുകളിൽ ഇനി ആരെങ്കിലും ഉണ്ടോ എന്നറിയത്തില്ല. പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മാത്രമേ പൂജയുള്ളൂ. അപ്പോൾ വെള്ളിയാഴ്ച ദിവസം മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ. തമിഴ്നാട്ടിലെ അരുൾവായ് മൊഴി എന്നൊരു സ്ഥലമാണ്. നാഗർകോവിലിൽ നിന്നും ഏകദേശം ഇപ്പോൾ ഇങ്ങനെ കറങ്ങിയാണ് കയറേണ്ടത്. ഇപ്പം ഇവിടെ എന്തായാലും ഇലക്ട്രിസിറ്റി കണക്ഷൻ ഉള്ളതുകൊണ്ട് മുകളിൽ എന്തായാലും റേഞ്ച് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഏകദേശം ഒരു 4 കിലോമീറ്റർ നടക്കാനുണ്ടെന്നാണ് താഴെ പറഞ്ഞത്. കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ല. പക്ഷേ എൻ്റെ പൊന്നു മോനെ, ഇവിടെ നിന്ന് കാണുന്നൊരു വ്യൂ അത് കണ്ടായിരുന്നോ? ഏകദേശം കുറച്ചെത്തിയതേ ഉള്ളൂ. അപ്പോൾ തന്നെ ഇവിടുത്തെ വ്യൂ കൊണ്ട് ഞാൻ വരഞ്ഞിട്ടിപ്പോയി. അപ്പോൾ പാറയിൽ മുരുകൻ്റെ വേലൊക്കെ വരച്ചിട്ടുണ്ട്. ഓരോ പാറ ഇരിക്കുന്ന കാണുമ്പോൾ താഴേക്ക് വീഴാൻ വേണ്ടി ഇരിക്കും പോലെയാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഇവിടെയൊക്കെ അത്യാവശ്യം തെളിഞ്ഞ വഴിയാണ്. ഇനി അങ്ങോട്ട് പോകെ എങ്ങനെയാണെന്നൊരു പിടിയുമില്ല. നമ്മുടെ തിരക്കുകളിൽ നിന്ന് മാറി അത്യാവശ്യം ഒരു ട്രക്കിങ്ങും ഹൈക്കിങ്ങും ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു സ്ഥലമാണ് അരുൾവായ് മൊഴി എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ഥലം. ഇവിടുത്തെ കറക്റ്റ് ലൊക്കേഷൻ കമൻറ്റ് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരാം. ഞാനാണെങ്കിൽ ഇപ്പം തന്നെ കിതച്ച് തുടങ്ങി. ആകപ്പാടെ ഒരു 500 മീറ്റർ നടന്നതേ ഉള്ളൂ. മുകളിൽ എങ്ങനെയാകുമെന്നും മുകളിലെ കാഴ്ച എങ്ങനെയാകുമെന്നും ഒരു പിടിയുമില്ല. എന്തായാലും മോനെ അവിടെ പോയിപ്പം മലയിൽ നിന്ന് വരുന്ന വെള്ളമാണെന്ന് തോന്നുന്നു. നല്ല തെളിഞ്ഞ വെള്ളമാണ്. ഇവിടെ ചെറിയൊരു വെള്ളം കൊണ്ട് ഒഴുകുന്നുണ്ടോ? എന്തായാലും എൻ്റെ ഒരു ആഗ്രഹമുണ്ട്, മഴ പെയ്യരുതേ എന്ന്. മഴ പെയ്താൽ ഈ ഒരു കാഴ്ച കാണാൻ പറ്റില്ല, ഫുള്ളും കോട കൊണ്ട് പോകും. അപ്പം ഏകദേശം 2 കിലോമീറ്റർ നടക്കാനുണ്ടെന്നാണ് പറയണത്. ഈ മലയും താണ്ടി 2 കിലോമീറ്റർ. മുകളിലുള്ള കാഴ്ച എങ്ങനെയാവുമെന്ന് ഒരു പിടിയുമില്ല. ഈ വഴിയൊക്കെ മഴവെള്ളം വന്ന വഴിയാണ് കേട്ടോ. അതാണ് ഇത്രയും വെളുത്ത് കിടക്കുന്നത്. ഇപ്പം ഓരോ സ്ഥലത്തും ഫോട്ടോ എടുക്കാൻ പ്രത്യേകം ഫോട്ടോ പോയിൻ്റുകളുണ്ടെന്നാണ് പറയാൻ. ഇപ്പോൾ തമിഴ്നാട്ടിൽ ഞാൻ വന്നപ്പോൾ കണ്ട കാഴ്ച എന്ന് വെച്ചാൽ എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ വാട്ടർ ടാങ്ക് പണിയുന്നുണ്ട്. ഇതിപ്പോൾ ഫസ്റ്റ് വാട്ടർ ടാങ്ക്, താഴെ ഒരെണ്ണം കണ്ടു. അപ്പോൾ എന്തായാലും ഈ മലയ്ക്ക് മുകളിൽ എന്താണെന്നൊരു പിടിയില്ല പൊന്നു മോനെ. ഇങ്ങനെ കിടക്കുക, എസ് പോലെ കറങ്ങി മുകളിൽ കയറേണ്ടതാണ്. ഇപ്പോൾ എല്ലായിടത്തും മാർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഈ വഴി മാത്രമേ സഞ്ചരിക്കാവൂ. ഇപ്പോൾ റൂട്ട് കറക്റ്റാണ് മാർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ആ മാർക്ക് വഴിയേ പോകാവൂ. വേറെ എങ്ങോട്ടെങ്കിലും പൊയ്ക്കഴിഞ്ഞാൽ ചെന്ന് ചാടുന്ന വലിയ കുഴിക്കകത്താണ്. സംശയം ഉണ്ടെങ്കിൽ ഈ ഒരു പോസ്റ്റ് കണ്ടായിരുന്നോ, ഇലക്ട്രിക് പോസ്റ്റ്? ഈ പോസ്റ്റിൻ്റെ കൂടെ പോയാൽ മതി. കണ്ടായിരുന്നോ? അപ്പോൾ ഇതിൻ്റെ കൂടെ പോകുമ്പം അത് നമ്മൾ കറക്റ്റായിട്ട് ലൊക്കേഷൻ കാണിച്ചു തരും, എങ്ങോട്ടാണ് പോകേണ്ടതും ഏത് റൂട്ടാണ് ചെന്നെത്തേണ്ടതെന്നും. അപ്പോൾ തമിഴ്നാട്ടിലെ കന്യാകുമാരി വരുന്ന ആൾക്കാർ ഉറപ്പായിട്ട് കാണേണ്ട സ്ഥലമാണ്. ഇവിടെ കാണണമെങ്കിൽ ഒരു ദിവസം തന്നെ വേണം. ആൾക്കാർ വെള്ളിയാഴ്ച തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ സ്ഥലത്ത്. കാലം തെറ്റിക്കഴിഞ്ഞാൽ ഈ കള്ളിമുള്ളിൻ്റെ പുറത്ത് കിടക്കും. ഇതൊക്കെ വീടുകളാണെന്ന് കണ്ടെങ്കിൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതുമാത്രമല്ല, ഈ സ്ഥലത്ത് ഏറ്റവും കൂടുതൽ കള്ളിമുള്ള് തന്നെ വർഷങ്ങളുടെ പഴക്കമുള്ള ഓരോ കള്ളിമുള്ള് നിൽക്കുന്ന സൈസ് കണ്ടു കഴിഞ്ഞാൽ പൊന്നു മോനെ നിങ്ങൾ ഞെട്ടിപ്പോവും. നടന്നു വരുമ്പോൾ ആദ്യം കാണുന്ന ഇതെന്നെ പുളിമരമാ. ഇത് പുളിസ് മരമാണേ. ഇത് പുളിസ് മരമാണോ അല്ലേ? ഇത് പുളിമരത്തിൻ്റെ വേറെ ഐറ്റമാണ്, പക്ഷെ നല്ല മുള്ളുണ്ട് കേട്ടോ ഈ സാധനത്തിൽ. ഉടമ്പാണോ? ഉടമുൾ. ഓക്കെ, ഇത് ഉടമുള്ളാണെന്നാണ് പറയുന്നത്. ഇതിൽ മുള്ളുണ്ട്. അത് മാത്രമല്ല, ഇവിടുത്തെ KCBയുടെ പോസ്റ്റ് പിടിച്ച് നിർത്തി ഈ ഒരു മരത്തിലാണ്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഈ ഒരു പോസ്റ്റ് നിൽക്കുന്നത് ഈ ഒരു മരത്തിൻ്റെ ഒരിതിലാണ്. ഇപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് റെസ്റ്റ് എടുത്തിട്ടൊക്കെ പോകാം. പക്ഷേ നമുക്കിപ്പോൾ റെസ്റ്റ് എടുക്കാൻ ടൈമില്ല. കാര്യം മുകളിലോട്ട് പോകുന്ന കാഴ്ചകൾ ഏറെയുണ്ട് കാണാൻ.
എന്തായാലും കയറി നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു മുകളിലെത്തിയിട്ടുണ്ട്. പക്ഷേ ഈ പോകുന്ന വഴിക്കെല്ലാം മഴവെള്ളം വന്നതുകൊണ്ട് അത്യാവശ്യം സ്ലിപ്പാവാൻ ചാൻസ് ഉണ്ട്. ഇപ്പം എൻ്റെ ബൂട്ടായതുകൊണ്ട് പ്രശ്നമാണ്, ഗ്രിപ്പ് വളരെ കുറവാണ്. ഒരു കയ്യിൽ സ്റ്റിക്ക്. ഓരോ സ്റ്റെപ്പ് ചെല്ലുന്തോറും നമുക്ക് കാഴ്ചകൾ കാണാനുള്ള ആ ഒരു ത്വര കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാക്സിമം ആൾക്കാർ തറ നോക്കി തന്നെ പോവുക, അല്ലെങ്കിൽ എട്ടിൻ്റെ പണി കിട്ടും. ഓ, വെള്ളം ആരെങ്കിലും കുടിച്ച വെള്ളം തരും. அண்ணா இது எவ்வளோ அடி இருக்குண்ணே தெரியாதா? ഇങ്ങനെ കിടക്കുകയാണ്. അതെ, കാലൊന്ന് തെറ്റിക്കഴിഞ്ഞാൽ നേരെ പോകുന്നത് കണ്ടായിരുന്നോ? അങ്ങ് താഴത്തേക്കാണ് പോകുന്നത്. ഇവിടെ നിന്നൊക്കെ ഉരുണ്ട് താഴെ എത്തുമ്പോഴേക്കും ഒരു ദിവസം കഴിയും. അപ്പോൾ ഇങ്ങനെയാണ് കയറേണ്ടത്. ഇങ്ങനെ പോയിട്ട് ഏകദേശം നമ്മൾ പകുതി എത്തിയിട്ടുണ്ട്. എൻ്റെ മോനെ തളർന്നു. തമിഴ്നാട്ടിലെ മരുത്തുമലയിൽ പോയപ്പോൾ ഇത്രയും എനിക്ക് ആ ഒരു കടുപ്പം തോന്നിയിട്ടില്ല. പക്ഷെ അത് നട്ടുച്ചയ്ക്കാണ് ഞാൻ കയറിയത്. ഇപ്പോൾ അത്യാവശ്യം നല്ലതുപോലെ കടുക്കുന്നുണ്ട്. മുകളിലത്തെ കാഴ്ച എന്ന് പറയുമ്പോൾ ബാക്കിലുള്ള കാഴ്ച ഇതിനേക്കാളും ഏറ്റവും പ്രശ്നമാണ്. കാരണം വെച്ചാൽ കയ്യോ കാലം തെറ്റിക്കഴിഞ്ഞാൽ എത്രയോ അടി താഴ്ചയിൽ. എൻ്റെ ഉദ്ദേശം പ്രകാരം 1000-ന് മുകളിലുണ്ട് ഹൈറ്റ്. തളർന്നു. ഇനി എത്ര ദൂരം നടക്കണമെന്ന് അറിയത്തില്ല. അരുൾവായ് മൊഴിയിലെ ഈ ഒരു ക്ഷേത്രം കാണാൻ എത്ര പേർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് അറിയത്തില്ല. വന്നാൽ പോവില്ല, അവരടിച്ചിറക്കിയാലും പോവില്ല. അത്ര കിടില സ്ഥലമാണ്. പുല്ല്. അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതെന്താണെന്നൊരു പിടിയില്ല. എൻ്റെ ബാക്കിയാണത്. അണ്ണേ എന്നെ എഴുതിയിരിക്കുന്നത് മുരുക വരുക. ഓക്കെ, മുരുക വരിക എന്ന് എഴുതിയിരിക്കുകയാണ്. ഓ, നമ്മുടെ കന്യാകുമാരി ഹൈവേ. എത്രത്തോളം കാണാൻ പറ്റുന്ന എനിക്ക് അറിയത്തില്ല കേട്ടോ. തമിഴ്നാട്ടിലെ കർണാടകയിലെ ഹരിയർ പോർട്ടിൽ പോകുന്ന ആ സ്ഥലത്ത് പോകാൻ പറ്റില്ലെങ്കിലും ഓൾമോസ്റ്റ് അതുമായി ബന്ധമുള്ള ഒരു അതിനായിട്ടൊക്കെ ഏകദേശം അടുത്ത് വരുന്ന സ്ഥലമാണ്. നമ്മൾ കയറി പോകേണ്ട വഴിയാണ് ഈ കാണുന്നത്. ഈ ഒരു ടാസ്ക് നിറഞ്ഞ് പാറയുടെ ഇടയ്ക്കാണ് കയറി പോകേണ്ടത്. കാലൊന്ന് തെന്നിക്കഴിഞ്ഞാൽ പിന്നെ മോനെ താഴെ പോയി വലിച്ചെടുത്താൽ മതി. പിന്നൊരു കാര്യമുണ്ട് കേട്ടോ. ഇവിടുത്തെ ഏറ്റവും വലിയ എനിക്ക് തോന്നിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കയറുന്ന വഴിക്ക് പിടിക്കാൻ വേണ്ടി ഒരു കമ്പി മറ്റുള്ള കാര്യം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കത് വെച്ച് പിടിച്ച് മുകളിലോട്ട് കയറാം. ഒരു മഴയുടെ അന്തരീക്ഷം ഉള്ളതുകൊണ്ട് വെയിൽ വളരെ കുറവാണ്. അതുകൊണ്ട് നമുക്ക് എൻജോയ് ചെയ്ത് മുകളിൽ കയറാൻ ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷേ അത്യാവശ്യം കമ്പിയിൽ പിടിച്ച് തന്നെ മുകളിൽ കയറാം. കമ്പി ഉള്ളതുകൊണ്ട് എന്ത് ആശ്വാസം അറിയാമോ? ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് കയറിയിട്ട് കമ്പി സ്ട്രോങ് ആട്ടോ. മഴ വരുന്നുണ്ട് കേട്ടോ. മുകളിൽ കയറുമ്പോൾ എൻ്റെ പൊന്നു മോനെ ആ കാഴ്ച കണ്ടിട്ട് മഴ പെയ്താൽ മതി. ഇതാണ് പറയുന്നത്, നോക്കി നടന്നില്ലേ ഇപ്പം പല്ല് പോകുമായിരുന്നു. നമ്മളങ്ങനെ ഫസ്റ്റ് ലെവൽ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതുവഴി നേരെ ചെന്ന് കയറുന്നത് ഒരു ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാണ്. ആൽമരമൊക്കെ ഉള്ള ഒരു ക്ഷേത്രമാണ്. പിന്നെ മോനെ ചെരുപ്പുകൾ ഉരുട്ടിങ്ങനെ ആരും കാണാനില്ല.
അപ്പോൾ അടുത്തിനി ഇതിലേ കയറി പോവാം. എന്താകുമോ എന്തോ. ഇവിടെ വന്നപ്പോൾ കണ്ടാണ് അവരെയൊക്കെ. ക്ഷേത്രത്തിലെ പൂജയും കഴിഞ്ഞ ആൾക്കാർ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ? ഇനി അത്യാവശ്യം ഈ സ്റ്റെപ്പ് കയറി വേണം മുകളിലോട്ട് പോകാൻ. നമ്മൾ ഓൾമോസ്റ്റ് ക്ഷേത്രത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റെപ്പ് കയറി കാണുന്ന ക്ഷേത്രമാണ് കാണേണ്ട കാഴ്ച. സ്ഥലത്തിൻ്റെ പ്രധാന ആകർഷണമാണ് ഈ കാണുന്ന കുളം. എത്ര അടി താഴ്ചയുണ്ടെന്ന് അറിയത്തില്ല. അവർ പറഞ്ഞ കണക്ക് വെച്ചാണെങ്കിൽ ഏകദേശം 50-60 അടി താഴ്ചയാണെന്ന് പറഞ്ഞു. പാറക്കുളമാണ്. ഇവിടെ വരുന്ന ആൾക്കാർ ഈ കുളത്തിലൊക്കെ ഒന്ന് ജസ്റ്റ് കാണുക പോലും ചെയ്ത്. അത്ര അപകടമാണ്. നമുക്ക് ഷൂ ഇവിടെ ഊരിട്ടിട്ട് പോവാം. കാര്യം മുകളിലോട്ട് ചെരുപ്പ് അലൗഡല്ല. ഏകദേശം സമുദ്രനിരപ്പിൽ നിന്നും 1800 അടിക്ക് മുകളിലുള്ള ഈ ഒരു ക്ഷേത്രം എൻ്റെ പൊന്നു മോനെ തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ആകർഷണമാണ്. ഇവിടുത്തെ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ എനിക്കിത് പറയാൻ പറ്റുന്നില്ല. കണ്ടായിരുന്നോ? ഈ ക്യാമറയ്ക്കകത്ത് എത്രത്തോളം ഇത് കാഴ്ച കാണാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നു മോനെ ഒരു രക്ഷയില്ല. ഈ സ്ഥലത്തെ ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രതിഷ്ഠയുണ്ട്. ഏഷ്യയിലെ ഏറ്റവും രണ്ടാമത്തെ കാറ്റാടിപ്പാടവും ഇന്ത്യയിലെ ഏറ്റവും വലിയ കാറ്റാടിപ്പാടം നിങ്ങൾ കാണുന്നത് തമിഴ്നാട്ടിലെ നാഗർകോവിലിനടുത്തുള്ള അരുൾവായ് മൊഴി എന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. എൻ്റെ പൊന്നു മോനെ കാറ്റാടിപ്പാടം കാറ്റടിച്ച് തുടങ്ങിയില്ല. എല്ലാം ഡെഡായി കിടക്കുകയാണ്. മലമുകളിലെ ഈ ക്ഷേത്രത്തിൽ വരാൻ ഒരുപാട് കഷ്ടപ്പെട്ടു, ഒരുപാട് നടന്നിട്ടാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലെത്തിയത്. ഇവിടുത്തെ കാഴ്ചകൾ ഒരു സഞ്ചാരി ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. കാഴ്ച ഉണ്ടായിരുന്നോ? പുറകിലേക്ക് കോട വന്നുകൊണ്ടിരിക്കുകയാണ്. ക്ഷേത്രത്തിലെ പൂജ കഴിഞ്ഞ് എല്ലാവരും പോയി തുടങ്ങി. ഞാൻ വന്ന ഒരുപാട് താമസിച്ച. കാറ്റാടിപ്പാടം ഒന്നും അനങ്ങുന്നില്ല. ഏകദേശമൊക്കെ ചിലത് മാത്രമേ അനങ്ങുന്നുള്ളൂ. ഈ താഴെ കാണുന്ന കുഞ്ഞു കുഞ്ഞു കാണുന്ന എല്ലാം വീടുകളാണ്. ആ കാണുന്ന റെയിൽവേ ആണ്. പിന്നെ റെയിൽവേ സ്റ്റേഷൻ. അത് മാത്രമല്ല കന്യാകുമാരി പോകുന്ന ഹൈവേ ആണ് ഈ കാണുന്നത്. ഫസ്റ്റ് കാണുന്ന റെയിൽവേ സ്റ്റേഷൻ അത് കന്യാകുമാരി ഹൈവേ. അപ്പം നമുക്കിനി പോവേണ്ട അങ്ങോട്ടാണ്. അത് മാത്രമല്ല ആ കാണുന്നതിന് മരുത്തോമല. നമ്മൾ അന്ന് കയറി മരുത്തോമല ആ ഭാഗത്താണ് വരുന്നത്. അപ്പം ഞാൻ അന്ന് അതിലേക്ക് കയറിയിട്ട് ഈ മല കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ നിന്ന് താഴോട്ട് നോക്കുന്ന കാഴ്ച വരുന്നത് മാത്രമേ കാണിച്ചതിന് പ്രശ്നമില്ല. അവരെല്ലാം സജ്ജീകരണം ചെയ്തിട്ടുണ്ട്. ഈ താഴെ കാണുന്ന എല്ലാം വീടുകളാണ് കേട്ടോ. ഈ അടുക്കി വെച്ചിരിക്കുന്നത് നമ്മൾ വിചാരിക്കും പേപ്പർ ആരോ കീറി പറക്കിട്ടിരിക്കണമെന്ന്. എല്ലാം വീടുകളാണ്. പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എന്താണ് സംഭവമെന്ന്. ഇതെല്ലാം വീടുകളാണ്. കണ്ടിട്ട് വിശ്വസിക്കാൻ പറ്റില്ലല്ലേ. നാഗർകോവിലിനടുത്തുള്ള അരുൾവായ് മൊഴി എന്ന ഒരു അമ്പലത്തിനടുത്താണ് ഞാൻ നിൽക്കുന്നത്. മുരുകക്ഷേത്രമാണ്. ഇപ്പോൾ ഇവിടുത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ എൻ്റെ മോനെ തമിഴ്നാട്ടിൽ വരുന്ന ആൾക്കാർ ഉറപ്പായിട്ട് കാണേണ്ട ഒരു സ്ഥലമാണ്. കന്യാകുമാരിക്ക് അടുത്താണ് ഈ സ്ഥലം വരുന്നത്. കന്യാകുമാരി വരുന്ന സ്ഥലം കണ്ടായിരുന്നോ? ആ ഒരു സ്ഥലത്താണ് കന്യാകുമാരി വരുന്നത്. ഇപ്പോൾ ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇത്രയൊക്കെ ഒരു ക്ഷേത്രങ്ങളും അല്ലെങ്കിൽ മലയുടെ മുകളിൽ ഇങ്ങനെ ഒരു ക്ഷേത്രമുണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇവിടുത്തെ പൂജകളെല്ലാം കഴിഞ്ഞു. അത് മാത്രമല്ല ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ തിങ്കൾ മുതൽ വെള്ളി വരെ പൂജയില്ല. പക്ഷേ വെള്ളിയാഴ്ച 6 മണി മുതലും വൈകിട്ട് 4:30 വരെ പൂജയുണ്ട്. നമുക്ക് വന്ന് തൊഴാനൊക്കെ പറ്റും. ഇവിടുത്തെ പ്രധാന ആരാധന എന്ന് പറയുന്നത് മുരുകൻ്റെയാണ്. എൻ്റെ കൈ കാണുന്ന ഒരു വലിയ കുളമാണ് കേട്ടോ. ഒരുപാട് ഞാൻ ഈ റീൽസ് കണ്ടിട്ടുണ്ട് ഈ ഒരു സ്ഥലത്ത് വരണം. പക്ഷേ ഇപ്പോഴാണ് വരാൻ പറ്റിയത്. നമുക്ക് അമ്പലത്തിൽ നിന്ന് തൊഴാം.
ഇനി ഇവിടെ നിന്ന് പ്രസാദം കിട്ടി. പ്രസാദം ഇത് പരിപ്പ് കറി, ഇത് പൊങ്കൽ, ഇത് അതങ്ങനെ இந்த பைப்ல தெரியல அது எவ்வளவு கொஞ்சம் குறைஞ்ச திறந்து அது அந்த பைப்ல அப்படியே அழுக்கு இருந்துருந்தா போடாம அது அந்த வாட்டர் போட்டா இது வந்துச்சு இருக்கு வந்துச்சு அதுக்கு கரெக்ட் கழுவணும் கூட வரட்டங்க നാട്ടിലെ ഏറ്റവും വലിയൊരു മലയാണ് ഈ കാണുന്നത്. ഇനി ഇതിൻ്റെ മുകളിലൊന്ന് കയറണമെന്നുണ്ട്. പക്ഷേ കേരള വഴി ഞാൻ തപ്പിക്കൊണ്ടാക്കാണ്. കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അതിൻ്റെ മുകളിൽ കയറും. അത് മാത്രമല്ല ഇവിടെ നിന്ന് കാണുമ്പോൾ നമ്മൾ എല്ലാം കുഞ്ഞുപോലെ ഇരിക്കും. പക്ഷേ നമ്മൾ ഒരുപാട് അടി, ഏകദേശം 1800 അടിക്ക് മുകളിലാണെന്ന് പറയുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇവിടെ ഒരു കുളമുണ്ട്. ഈ കുളത്തിൽ നിന്നാണ് അവർ വെള്ളം എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇറങ്ങുന്ന കുളത്തിലേക്കാണ്. പക്ഷേ കാല് തെറ്റിക്കഴിഞ്ഞാൽ നേരെ അഗാധമായ ആ കുളത്തിലേക്കാണ് പോകുന്നുണ്ടായിരുന്നോ. ഇതാണ് ആ കുളം. ഫോണൊക്കെ പോയാൽ കിട്ടുക പോലും ഇല്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര കല്ലിപ്പോൾ തന്നെ കഴിഞ്ഞാൽ താഴെ പോകണം. ഇതാണ് കല്ല്. ഇവിടെ ഇറങ്ങുന്ന ആൾക്കാർ സൂക്ഷിക്കുക. ഇവിടെ ഏകദേശം അപകടമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കൈവരിയോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ഈ കുളത്തിലേക്ക് പോകുമ്പം ഇത് അവിടെ ഇവിടെ നിന്ന് വെള്ളം എടുത്തിട്ടാണ് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. അത് ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഇവിടെ വരുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. അത് ഏകദേശം 1800 അടിക്ക് മുകളിലാണ് ഈ ക്ഷേത്രം വരുന്നത്. ഇവിടുത്തെ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന കാറ്റാടിപ്പടമാണ്. ഏകദേശം ഇന്ത്യയിലെ ഏറ്റവും വലിയ കാറ്റാടിപ്പടവും വേൾഡിലെ 2ാമത്തെ വലിയ കാറ്റാടിപ്പടമാണ് എൻ്റെ ബാഗ് കാണുന്നത്. ഏകദേശം എല്ലാം ഒന്ന് കറങ്ങി തുടങ്ങിയതുള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ എല്ലാം നല്ല സ്പീഡിൽ കറങ്ങും. അപ്പോൾ ഇവിടുത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നു മോന് രക്ഷയില്ല. നാഗർകോവിലിൽ നിന്ന് 22 കിലോമീറ്ററാണ് ഈ വരുന്നത്. ആ സൈഡ് കന്യാകുമാരിയാണ് വരുന്നത്. കന്യാകുമാരിയിൽ നിന്ന് ഏകദേശം ഒരു 15-20-30 കിലോമീറ്റർ മാറി വരും. കറക്റ്റ് ലൊക്കേഷൻ അറിയത്തില്ല. പക്ഷേ ഇവിടുത്തെ ലൊക്കേഷൻ വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഇട്ടു. അത് മാത്രമല്ല ഉറപ്പായിട്ട് നിങ്ങൾ നിരാശപ്പെടുത്തില്ല. മുകളിലൊരു മുരുകക്ഷേത്രമുണ്ട്. ക്ഷേത്രത്തിൽ ഈ സമയത്ത് വരികയാണെങ്കിൽ ഉറപ്പായിട്ട് ഫുഡ് കഴിച്ച് നമുക്ക് എന്തൊക്കെയൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനിപ്പോൾ വന്നപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് എന്ന് വെച്ചാൽ ഒരു മഴയുടെ ക്ലൈമറ്റ് ആയതുകൊണ്ട് വെയിൽ വളരെ കുറവാണ്. ഞാനിപ്പോൾ 11 മണിക്കാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു വെയിലില്ല. ചുറ്റും കോടയുടെ ഒരു അന്തരീക്ഷമാണ്. ഈ കാണുന്ന മലനിര മൊത്തം കോടയാണ്. നേരത്തെ ഇവിടെ മൊത്തം കോടയായിരുന്നു. അപ്പോൾ അത് നേരത്തെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഇവിടുത്തെ ഒരു ലൊക്കേഷൻ കണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ ഇത്രയും കിട്ടിയ സ്ഥലങ്ങളുണ്ടോ എന്ന് വെച്ചാൽ എൻ്റെ പൊന്നു മോനെ, തിരുവനന്തപുരത്ത് ഇനി കയറാൻ മലകളില്ല. അങ്ങനെ തപ്പിയപ്പോഴാണ് മാപ്പ് കാണിച്ചത്. എങ്കിൽ പിന്നെ പോയി കയറാ തമിഴ്നാട്ടിൽ ഈ ഒരു കിടില സ്ഥലത്തെന്ന്. വന്നു, കണ്ടു, ഇഷ്ടപ്പെട്ടു. മരുത്തോമല കണ്ടപ്പോൾ പോലും ഇത്രയും എനിക്ക് ഇഷ്ടപ്പെട്ടു. കാര്യം മരുത്തോമല വന്നപ്പോൾ കാടാണ് ടോപ്പിൽ, പക്ഷേ ആൾക്കാരല്ല. ഇവിടെ വന്നപ്പോൾ എനിക്ക് ഫുഡ് കിട്ടി, പ്രസാദം കിട്ടി കോവിലിൽ. അപ്പോൾ അതുകൊണ്ടൊരു സന്തോഷമുണ്ട്. രാവിലെ എത്തിയതുകൊണ്ട് ഫുഡ് കഴിക്കാൻ പറ്റി. എൻ്റെ പൊന്നു മോന് കിടില സ്ഥലം. കന്യാകുമാരി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലം കൂടെ സേവ് ചെയ്ത് വെച്ചോ. ഏകദേശം 2 കിലോമീറ്റർ എഴഞ്ഞും കിടന്നും ട്രക്ക് ചെയ്തും കയറാൻ പറ്റിയൊരു കിടില സ്ഥലമാണ്. മുകളിൽ എത്തിക്കഴിഞ്ഞാൽ കാണുന്ന കാഴ്ച സ്വർഗ്ഗമാണ്, സ്വർഗ്ഗം. തമിഴ്നാട്ടിലെ ഹൃദയഭാഗത്ത് വരുന്ന ഈ ഒരു ഭാഗം. അത് മാത്രമല്ല ഇവിടെ നിന്ന് കാണുന്ന മറ്റൊരു ആകർഷണം ആ കാണുന്ന ഡാം. ആ ഡാമിൻ്റെ മുകളിൽ കാറ് കയറ്റാൻ പറ്റും. എനിക്ക് പേരറിയത്തില്ല. ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ഡാം കണ്ടത്. മാപ്പ് നോക്കിയിട്ട് മാപ്പിൽ കാണിക്കുന്നുമില്ല. എന്തായാലും ഞാൻ അറിയുകയാണ്. ഞാൻ ജസ്റ്റ് മാപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ കറക്റ്റ് സ്ഥലം പറഞ്ഞുതരാം. ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ക്ഷേത്രത്തിൻ്റെ അകത്ത് കയറി തൊഴാൻ പറ്റും. അവിടെ ഫുഡ് കഴിച്ചതിന് ശേഷം നമുക്ക് സമാനം റെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് സാവകാശം പോകും. വൈകിട്ട് 4:30 സമയമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ക്ഷേത്രം അടച്ചിട്ട് പോകും. പക്ഷേ എല്ലാ ദിവസവും ക്ഷേത്രം ഓപ്പൺ അല്ല. ക്ഷേത്രം വെള്ളിയാഴ്ചയിൽ മാത്രമേ ഓപ്പൺ ഉള്ളൂ. അപ്പോൾ കൂടുതൽ എന്തെങ്കിലും അറിയുകയാണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഇട്ടോ. ഓക്കെ, ബൈ. ക്ഷേത്രം കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങി വരുന്നത് ഈ ഒരു കുളത്തിലേക്കാണ്. ഈ കുളത്തിലേക്ക് നല്ല താഴ്ചയുണ്ടെന്നാണ് പറയുന്നത്. ഇത് തവളയ്ക്ക് ഇഷ്ടം പോലെയുള്ള ഒരു കുളമാണ്. ഈ തവളക്കുളമാണെന്ന് അറിയത്തില്ല. പക്ഷേ പാറയിടുക്കിൻ്റെ അടുത്ത് വരുന്ന ഈ ഒരു കുളം ഏകദേശം നല്ല താഴ്ച ഉണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ വരുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക. മുകളിൽ നിന്ന് തെന്നിക്കഴിഞ്ഞാലോ എന്തെങ്കിലും വീണ് കഴിഞ്ഞാലോ നേരെ കുളത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. അപ്പോൾ എൻ്റെ ഷൂ ഞാൻ ഒതുക്കിയിട്ടിട്ട്, കാര്യം മഴ പെയ്ത് കഴിഞ്ഞാൽ നനയെന്ന് പറഞ്ഞാൽ കമത്തി ഇട്ടിരിക്കുന്നത്. ഇവിടെ ഷൂ ഒക്കെ ഇട്ട് നമുക്ക് പയ്യെ താഴേക്ക് ഇറങ്ങാം. താഴത്തെ കാഴ്ചകൾ കണ്ട് നിങ്ങൾ ഞെട്ടിപ്പോവും. ഞാൻ തന്നെ ഞെട്ടിയിരിക്കുകയാണ് ഇവിടെ. എന്തായാലും എനിക്ക് ആ മലയിൽ കയറണം. മലയുടെ പേരെന്താണെന്ന് അറിയത്തില്ല. പേരറിയാത്ത ആ മലയിൽ കയറാൻ വേണ്ടി ഞാൻ എന്തായാലും കഷ്ടപ്പെടുന്നതാണ്. ഇനി തിരിച്ചിറങ്ങുന്ന വഴി കണ്ടായിരുന്നോ? ഇങ്ങനെയാണ് കിടക്കുന്ന ആ വഴി. ഈ വഴി ഇങ്ങനെ ഇറങ്ങാൻ പറ്റത്തില്ല. ഇങ്ങനെ പയ്യെ സാവകാശം ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അതാണ് ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറഞ്ഞത്.
ഇപ്പോൾ അവരെന്തെങ്കിലും കമ്പി കൊടുത്തിട്ടുള്ള കുഴപ്പമില്ല, നമുക്ക് പിടിച്ചിറങ്ങാൻ പറ്റും. ആ ഒരു കാര്യം സന്തോഷമുണ്ട്. ഇപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർക്ക് പക്ഷേ എല്ലാവരും കൂളായിട്ട് കയറി പോകുന്നുണ്ട്, ആർക്കും ഒരു ടെൻഷനോ അല്ലോ ഇതുമില്ല. പിന്നെ എനിക്കിപ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ നല്ല ഫുഡ് കഴിച്ചു. അവിടെ നിന്ന് ഫുഡ് എത്തി ഹെവി ആയിപ്പോയി, അത് എത്തി ടാസ്ക് ആയിപ്പോയി, അല്ലെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. അപ്പോൾ താഴെ ഇറങ്ങുന്ന കാഴ്ചകൾ കണ്ട് നമുക്ക് ഇറങ്ങാം. പക്ഷേ വീഡിയോ എടുത്തിട്ടിറങ്ങുന്നത് അല്പം ടാസ്ക്കാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവനെ അങ്ങ് അകത്ത് വെക്കാം, അതല്ലേ നല്ലത്. ഇറങ്ങുന്ന പടികൾ എന്തായാലും അത്യാവശ്യം നല്ല വൃത്തിയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. കാര്യം ആ ഭാഗത്ത് പുല്ലൊന്നുമില്ല, ഇവർ തീയിട്ടാണെന്ന് പറഞ്ഞാൽ പുല്ലിനെ നശിപ്പിക്കുന്നത്. കാര്യം എല്ലാ പുല്ലും കരിഞ്ഞിട്ടാണ് അവിടെ നിന്ന് മുളച്ച് വന്നിരിക്കുന്നത്. പക്ഷേ ഈ വഴി കൂടെ വെള്ളം പോകുന്നത് മാത്രമേ ടാസ്ക് ഉള്ളൂ. കാര്യം കാല് തന്നെ വളരെ ചാൻസ് കൂടുതലാണ്. പ്രത്യേകിച്ച് വേറെ കുഴപ്പമൊന്നും കാണുന്നില്ല. പുല്ലൊക്കെ മുളച്ചു കഴിഞ്ഞാൽ നടക്കാൻ വളരെ ടാസ്ക്കാണ് കേട്ടോ. ആ ഒരു വിഷയം ഒഴിച്ച് വെച്ചാൽ ബാക്കി സക്സസ് ആണ്, വേറെ ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ വെള്ളമാണ് താഴെ വരുമ്പോൾ ഒരുപാട് വെള്ളമായിട്ട് താഴെ എത്തുന്നത്. പക്ഷെ ഇത് ഞാൻ വിചാരിച്ച് ശുദ്ധമായ വെള്ളമാണെന്ന്, പക്ഷേ അവർ കൈ കഴുകുന്ന വെള്ളമാണെന്ന് പിന്നെയാണ് മനസ്സിലായത് കേട്ടോ. കൈ കഴുകുന്ന വെള്ളമല്ല, സൈഡുകളിലൊക്കെ പോകുന്ന വെള്ളങ്ങളൊക്കെ മിക്സായിട്ട് വരുന്നൊരു വെള്ളമാണ് ഇവിടെ നിന്ന്. ഈ മലയുടെ പ്രധാന ആകർഷണം ഈ ഒരു വെള്ളച്ചാട്ടമാണ്. പക്ഷേ മഴ സമയത്ത് ഇവിടെയൊക്കെ നിൽക്കാൻ പറ്റില്ല, അത്രയ്ക്ക് വെള്ളമായിരിക്കും. കാരണം ഇപ്പം തന്നെ ഇത്രയും വെള്ളം ഉണ്ടെങ്കിൽ മഴ സമയത്ത് എങ്ങനെയായിരിക്കും വെള്ളമേ. അപ്പോൾ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല വെയിൽ വന്നു തുടങ്ങി, ഇനി നമുക്ക് ടാസ്ക്കാണ്. എന്തായാലും വെയിലിന് മുമ്പ് തിരിച്ചിറങ്ങാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ സൂക്ഷിച്ചിറങ്ങിയില്ലെങ്കിൽ പല്ല് കാണൂല. നേരത്തെ പോലെ എന്തായാലും ആ ഒരു അബദ്ധം ഞാൻ കാണിക്കൂല. കാര്യം എന്ന് വെച്ചാൽ നേരത്തെ ഞാൻ വഴി മാറിയൊക്കെ കയറിയത്, മുകളിൽ കയറിയപ്പോഴാണ് മനസ്സിലായത് ഞാൻ കയറി വഴി മാറിപ്പോയെന്ന്. ഇവിടുത്തെ പാറയിലേക്ക് ചവിട്ടുമ്പോൾ സൂക്ഷിക്കുക. ഇഴജന്തുക്കൾ അങ്ങനെ വരാൻ ചാൻസ് ഇല്ലെങ്കിലും ആൾക്കാരൊക്കെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ വീഡിയോ എടുക്കണം. അത്രയും വലിയ വെള്ളച്ചാട്ടമൊന്നുമില്ല, എങ്കിൽ പോലും ആ ചേട്ടൻ എന്തിനാണ് വീഡിയോ എടുക്കുന്നത് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. കാട്ടുതീ വന്നതല്ല, എനിക്ക് തീ ഇട്ടതാണെന്ന് തോന്നുന്നു. ഈ ഭാഗത്തൊക്കെ തീ ഇട്ടാണ് ഇവിടത്തൊക്കെ പുല്ലൊക്കെ കരിച്ച് കളഞ്ഞത്. ഇനി കയറുന്നത് ടാസ്ക്കാണ്. കാരണം എന്ന് വെച്ചാൽ വെയിൽ വന്ന് തുടങ്ങിയതുകൊണ്ട് നമ്മളിനി കിതയ്ക്കും. പക്ഷേ രാവിലത്തെ ആ ഒരു ക്ലൈമറ്റ് ഞാൻ കെയർ ചെയ്തുകൊണ്ട് എനിക്ക് വലിയൊരു പ്രശ്നമില്ല. അപ്പോൾ ഇവിടുത്തെ എക്സാക്റ്റ് ലൊക്കേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടേക്കുക. അരുൾവായ് മൊഴി എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഗൂഗിളിൽ കിട്ടും. അരുവായ് മൊഴി മുരുക ക്ഷേത്രമെന്നാണ് വരേണ്ടത്. അപ്പോൾ നമ്മൾ അരുവായ് മൊഴി ടെമ്പിൾ കൊടുക്കുമ്പോൾ മാത്രമേ വരത്തുള്ളൂ, അല്ലെങ്കിൽ നേരെ ജംഗ്ഷനിൽ കൊണ്ടുപോയി നിർത്തും. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നുണ്ടെങ്കിലും ഇവിടുത്തെ വഴി അല്പം ടാസ്ക് നിറഞ്ഞ വഴിയാണ്. അപ്പം ഇറങ്ങി നമ്മൾ സമനിരപ്പിലെത്താറായി.